ഏറെ ബഹുമാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമസ്ത ശതാബ്ദി സന്ദേശയാത്രയുടെ എറണാകുളം ജില്ലയിലെ ഈ വളരെ വിപുലവും മഹത്തരവുമായ ഈ സ്വീകരണ സമ്മേളനം എല്ലാവരുടെയും അനുമതിയോടുകൂടി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. 100 വർഷം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത കാലയളവാണ്. 100 വർഷം കൊണ്ട് സമസ്ത കേരളത്തിൽ സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട നേട്ടമെന്നുള്ളത്. ഇപ്പോൾ സമസ്തയെ നയിക്കുന്ന ബഹുമാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ മതനിരപേക്ഷ കേരളം വളരെ ശ്രദ്ധാപൂർവമാണ് കാത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ നോക്കാറുണ്ട്. എത്ര പ്രകോപനപരമായ ചോദ്യം വന്നു കഴിഞ്ഞാലും അതൊക്കെ ആ വഴിക്ക് പോകും എന്ന മട്ടിൽ തനിക്ക് അദ്ദേഹത്തിന് പറയേണ്ട കാര്യം മാത്രം അത് വേറൊരാളെയും വേദനിപ്പിക്കാതെ, എന്നാൽ പറയേണ്ട കാര്യത്തിൽ അകത്ത് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ കേരളത്തിൻ്റെ നല്ല അന്തരീക്ഷം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ചേരണമോ എന്ന് സംശയിച്ചവർ ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഴുകിയെത്തുന്ന കാഴ്ചയിലേക്ക് എത്തിയത്. പല ഘട്ടങ്ങളിലും ചെറുപ്പക്കാരുമായി അദ്ദേഹം സംവദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുകയുണ്ടായി. സമസ്തയുടെ ഒരു പ്രത്യേകത സമൂഹവുമായി നിരന്തരം സംവദിക്കാൻ കഴിയുന്നു, പുതിയ കാലവുമായി സംവദിക്കാൻ കഴിയുന്നു. അതിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ ഞങ്ങളെല്ലാം ശ്രദ്ധാപൂർവം നോക്കാറുണ്ട്. ഇന്നത്തെ ചെറുപ്പത്തിന് പോലും മനസ്സിലാകാൻ കഴിയുന്ന രൂപത്തിൽ ഇസ്ലാമിക ദർശനം, മതനിരപേക്ഷ സാമൂഹ്യ പരിഷ്കരണ കാഴ്ചപ്പാട് എല്ലാം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് സമസ്തയുടെ 100 വർഷത്തെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. ഇപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ആദർശം എന്നുള്ളത് വിശ്വാസം, ആചാരം, പെരുമാറ്റം, സാമൂഹ്യ ജീവിതം ഇതാകെ ചേർത്ത് വയ്ക്കുന്ന സമഗ്രമായൊരു കാഴ്ചപ്പാടാണ്. വ്യക്തിയുടെ ആത്മശുദ്ധിയിൽ നിന്ന് സമൂഹത്തിൻ്റെ നീതിയിലേക്ക് നയിക്കുന്ന നൈതികമായ ദർശനം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നു. ആ സമഗ്രതയിൽ ഊന്നിമെന്നുകൊണ്ട് വിശാലമായ ദർശനം മുന്നോട്ട് വയ്ക്കാൻ നിരന്തരം സമസ്തയ്ക്ക് കഴിയുന്നു എന്നതാണ് പ്രത്യേകത. ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ചിന്തകളും വരുന്നുണ്ട്. നമ്മുടെ നാട് വല്ലാത്ത ഭീതി നേടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആരംഭിക്കുന്നത് അതിമനോഹരമായ വാക്കുകളിലൂടെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന നമ്മൾ എന്നതാണ് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ തുടക്കം എന്നുള്ളത്. എന്നാൽ ഭരണഘടനാ ശില്പികൾ കണ്ട അല്ല ഇമ്മത്തെ എന്നുള്ളത്. ഇപ്പൊ നമ്മളെല്ലാവരും SIR ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. SIRനകത്ത് ഒരു ക്ലോസ് ആദ്യത്തെ കോളത്തിൽ ഇല്ലെങ്കിൽ ഇപ്പുറത്തെ കോളത്തിൽ ബന്ധുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പഴയത് എടുക്കണം. അമേരിക്കയിൽ പണ്ട് അവരുടെ ഭരണഘടനയും തുടങ്ങുന്നത് യിൽ നിന്നാണ്. പക്ഷെ അന്നത്തെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആയിരുന്നില്ല. അമേരിക്കൻ ഭരണഘടന അംഗീകരിക്കുന്ന കാലത്തെ ആദ്യത്തെ വാചകം ആണെങ്കിൽ ആ യിൽ കറുത്ത വംശജരുണ്ടായിരുന്നില്ല, സ്ത്രീകളുണ്ടായിരുന്നില്ല, നികുതി അടയ്ക്കാൻ കഴിയാത്ത ആളുകളും അന്ന് പൗരന്മാരായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കറുത്ത വംശജർക്ക് പൗരത്വം കിട്ടിയ ഘട്ടത്തിൽ വോട്ട് ചെയ്യാനായി ഒരു പ്രത്യേകമായ ക്ലോസ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദർ ക്ലോസ്. എന്ന് വെച്ചാൽ മുത്തശ്ശൻ വോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പോഴാണ് ഈ കറുത്ത വംശജർക്ക് അടിമകളായി പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുത്തിട്ടേ ഉള്ളൂ. ആ പൗരത്വം കൊടുത്ത ആൾക്ക് പിന്നെ മുത്തച്ഛൻ എവിടെ നിന്ന് വോട്ടുണ്ടാവുക? പിന്നീടും വലിയ സമരം നടന്നിട്ടാണ് ഈ ഗ്രാൻഡ് ഫാദർ ക്ലോസ് എല്ലാം മാറ്റിയത്. എന്നാൽ അമേരിക്ക ഇതെല്ലാം മാറ്റി മാറ്റി വന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്.
അത് പൗരത്വത്തിന്റെ അടിസ്ഥാനം മതമാകുന്നതോടുകൂടി ചുരുങ്ങുന്നു. നിങ്ങൾക്ക് നേരത്തെ ഇവിടെ ആർക്കും വോട്ടവകാശമില്ലെങ്കിൽ നിങ്ങളുടെ വോട്ടവകാശവും പൗരത്വവും പരിമിതപ്പെടുമ്പോൾ ഒന്നുകൂടി ചുരുങ്ങുന്നു. അങ്ങനെ ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിപുലപ്പെടുത്താൻ എന്താണോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം വിഭാവനം ചെയ്തിരുന്നത് ആ അന്തസത്ത കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കേണ്ട ഒരു കാലമാണത്. ആ ദർശനം മുന്നോട്ട് വയ്ക്കാൻ എക്കാലത്തും സമസ്തയ്ക്ക് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയണം. അത് എല്ലാ തരത്തിലുള്ള വർഗീയ ചിന്തയ്ക്കുമെതിരായി നിൽക്കുന്നു. മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാടിനെതിരായി നിൽക്കുന്നു. അതുമായി കൂടിച്ചേരുമ്പോൾ തൽക്കാലത്തേക്ക് നേട്ടമുണ്ടാകാമെങ്കിലും അത് സൃഷ്ടിക്കാനിടയുള്ള അപകടത്തെക്കുറിച്ച് ക്രാന്തദർശിത്വത്തോടുകൂടി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കേരളത്തിൽ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്. അതിൽ ജിഫ്രി തങ്ങളെ എടുക്കുന്ന സമീപനം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ കേരളം മതസൗഹാർദ്ദത്തിനേറെ പേര് കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ കാലം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഗീയ സംഘർഷങ്ങളുമില്ലാത്ത ഇന്ത്യയിലെ അപൂർവ ഇടങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തെ അതേപോലെ കാത്തു സൂക്ഷിക്കാൻ എല്ലാ വിഭാഗം ആളുകളുമായി പരസ്പരം ആദരവോടുകൂടി നിലപാട് സ്വീകരിക്കാൻ സമചിത്തതയോടുകൂടി പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ കഴിയുന്ന സംഘടന എന്ന നിലയിൽ സമസ്തയ്ക്ക് ഇനിയുമേറെ കേരളത്തിൽ സംഭാവന നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. ഒത്തിരിയേറെ മഹനീയ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ ഇനിയും സംസാരിക്കാനുണ്ട്. ബഹുമാനായ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടന നമുക്ക് നൽകുന്ന ആ പ്രകാശം സമൂഹത്തിന് സമാധാനത്തിന്റെ പ്രകാശമായി ഇനിയുമേറെ പടരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.